ഇനി തൃപ്രയാർ ഏകാദശി വിശേഷങ്ങളിലേക്ക്. ഏകാദശിയുടെ ഐതിഹ്യങ്ങളും ചടങ്ങുകളും പ്രമുഖർ പങ്കുവയ്ക്കുന്നു. ശ്രീരാമജയം. ഇപ്പോൾ തൃപ്രയാർ ഏകാദശി വരുന്ന ചൊവ്വാഴ്ച, അതായത് നവംബർ 26 വൃശ്ചികം 11. സാധാരണ ഭാരതത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഏകാദശി വെളുത്ത പക്ഷമാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ തൃപ്രയാർ കറുത്ത പക്ഷം ഏകാദശിയാണ് സാധാരണ വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് നമ്മൾ എടുക്കുക. അതിൽ പ്രധാനമായിട്ടൊരു കാരണം പറയുന്നത് ആ ശ്രീരാമസ്വാമിയിൽ ശിവൻ്റെ ശൈവാംശത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ ചൈതന്യത്തിനെ നമ്മൾ സംബന്ധിച്ച് പറയുമ്പോൾ ത്രിമൂർത്തി ചൈതന്യം പൂർണ്ണമായിട്ടും ആ വിഗ്രഹത്തിലും ശ്രീരാമൻ്റെ ആ ചൈതന്യത്തിലും ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഏകാദശി ദിവസം നമ്മൾ തൊഴുതു കഴിഞ്ഞാൽ അത് പിതൃക്കൾക്കും കൂടി അതിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവർക്കൊരു സദ്ഗതി വരാനും കൂടി അതിന് കാരണമാകുമെന്നാണ് സാധാരണ പറയുക. അത്രയും പ്രാധാന്യം ഈ തൃപ്രയാർ ഏകാദശിക്കുണ്ട്. അപ്പോൾ ശൈവാംശത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് കറുത്തപക്ഷമായി എന്ന് എടുക്കണു എന്ന് മാത്രം. അങ്ങനെ പൊതുവിൽ കേരളത്തിൽ അങ്ങനെ ക്ഷേത്രങ്ങൾ വളരെ ഇല്ല എന്ന് തന്നെ പറയാം, അത്രയും ഒരു കറുത്തപക്ഷത്തിൽ എടുക്കുന്നത്. പിന്നെ ആ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം, ശ്രീഭൂമി സമേതനായിട്ടുള്ള ശ്രീരാമസ്വാമി, അതിനൊരു പ്രാധാന്യമുണ്ട്. പൊതുവിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഇതുപോലൊരു പ്രത്യേകതകളും ചൈതന്യത്തിൻ്റെ പ്രാധാന്യങ്ങളുള്ളത് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ചടങ്ങുകൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിർമ്മാല മറ്റുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും ദശമി ദിവസം ശാസ്താവിന് എഴുന്നള്ളിപ്പുണ്ട് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം തേവർ ശ്രീരാമസ്വാമി എഴുന്നള്ളിച്ച് ശാസ്താവോടുകൂടി കാഴ്ചശിവേലി, അത് ശാസ്താവിനെ ഒരുമിച്ച് എഴുന്നള്ളിക്കുക. അതൊരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ഭൂമിയിലാണ് ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ കഴിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥം എന്നുള്ള നിലയ്ക്കാണ് ശാസ്താവിനെയും കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നതിൽ. ഏകാദശി ദിവസം എന്നുള്ളത് അപ്പോൾ അന്ന് പ്രത്യേകമായിട്ട് തൊഴണമെന്ന് പറയാൻ കാരണം സാധാരണ ഏകാദശി പോലെ അല്ല തൃപ്രയാർ ഏകാദശി. അതായത് അത്രയും പ്രാധാന്യവും ശക്തിയും ഉള്ളൊരു ദേവനെ ആരാധിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏകാദശി നോറ്റ് അതിൻ്റെ ഒരു ജന്മാന്തരമായിട്ടുള്ള ദുരിതങ്ങൾ, ഇഹജന്മ ദുരിതങ്ങളൊക്കെ തീരാനും പിതൃക്കളുടെ സദ്ഗതിക്കും, ഇത് രണ്ടും പ്രാധാന്യം കൊണ്ടാണ് ഇവിടുത്തെ ഏകാദശി നമ്മൾ സാധാരണ നോക്കാറ്. അപ്പോൾ ഇത്രയും ചടങ്ങുകൾ, പൗരാണികമായിട്ടുള്ള ചടങ്ങുകൾ പിന്തുടർന്നുകൊണ്ട് ഭക്തർ ഇവിടെ എത്തുന്നു. അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ശ്രീരാമസ്വാമി നൽകണം. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ. അത് ഏകാദശി ദിവസം നോറ്റ് ദ്വാദശി സമർപ്പണത്തോടു കൂടിയിട്ടാണ് സാധാരണ കഴിയുക.